ഹലോ ഹലോ ജോക്കി കൊച്ചു കഴിവറി നീ എന്ത് പെറാൻ കിടക്കുവോ നീ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുക അതോ നീ പെമ്പിള്ളാർ കൂടാണോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ കട്ട് ചെയ്യരുത് കേട്ടോ. ഇല്ല ആ ഞാൻ ഒരു മോനെ കേക്കാവോ? മോൻ ഞാൻ ദേഷ്യപ്പെട്ടടാ കുറച്ച്, അത് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. സെക്സ് ഒന്നും അല്ലടാ മോനെ, സ്ട്രെസ് ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. ടെൻഷൻ ഞാൻ മലയാളം മീഡിയത്തിലാണ് പണ്ട്. കണ്ടുമുട്ടിയ അവസാനം മോനെ കേറ്. ചേട്ടനെ പിടിച്ച ട്രക്സ്റ്റുകാരൻ എന്നെ അടിക്കോ? ഓ ട്രക്സ്റ്റ് അല്ലടാ മോനെ, ഇല്ല എന്നെ പിടിച്ചാ മതി. ആരും പീറ്റർ പാർക്കർ. हेलो भाई के पास है. हेलो ഹലോ 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 ജോക്കി. ഹലോ ഹലോ സൗണ്ട് കുറവാ. ആ KCB ഫ്യൂസ് പറിച്ചോണ്ട് പോയെന്നേ. ഗവൺമെന്റ് ആയിരുന്നത് എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. എനിക്ക് നാട്ടിൽ ജീവിക്കേണ്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു രീതിയിൽ ഇടപെടത്തില്ല. ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ലടാ കുട്ടാ, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞില്ല. കേരള വിഷയമായിട്ടുള്ള കേസ് നടക്കുന്നുള്ളൂ, അത് സോൾവ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളിൽ ഇടപെടത്തുള്ളേ. ആ ഞാനേ ഒരു കാറ്റിനകത്ത് എന്നെ ഒന്ന് വിളിക്കൂ. അതിന് മുൻ നിന്റെ ഓ ജോക്കി വിളിക്കുന്നു വീണ്ടും. ഹലോ ഹലോ ജോക്കി കൊച്ചു കഴിവറി നീ എന്ത് പെറാൻ കിടക്കുവോ നീ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുക. അതോ നീ പെമ്പിള്ളാർ കൂടാണോ? ഓ കറണ്ട് പോയതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. ബ്രാവോടെ മൈക്ക് മേടിക്കാൻ പോയല്ലേ തിരുവല്ലയില്. എന്റെ മൈക്കിന് എന്താ കുഴപ്പം? ആ നല്ല ചെവിക്കകത്തിരുന്ന് ഊതുന്ന പോലെ ഉണ്ട് എന്റെ. ഇപ്പോഴോ മോനെ? ഇപ്പൊ ഓക്കെയാണ്. ആ അതെ, ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ കട്ട് ചെയ്യരുത് കേട്ടോ. ഇല്ല ആ ഞാൻ ഒരു വല്ലാത്തൊരു ചുമ. ഹലോ ജോക്കി. എടാ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പെട്ടെന്ന് പറ. അല്ല നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരാം. വാ. ഓക്കെ ഞാൻ കൊണ്ടുവരാം. ലൊക്കേഷൻ ഇതൊക്കെ ഒരു സുഖമല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കോള് വന്നോണ്ടിരിക്കുന്നോണ്ടാണ്. ഒരു മിനിറ്റ്. പേടിയുണ്ട്. സെലക്ട് കോണ്ടാക്ട് പീറ്റർ പാർക്കർ ഇതല്ലേ? പീറ്റർ പാർക്കർ. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore, 100 crore. അയച്ചിട്ടുണ്ടേ. സൂപ്പർ അണ്ണ, സൂപ്പർ. സൂപ്പർ അല്ല, പൈസ തരണം തിരിച്ച്. സൂപ്പർ നീ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് പൈസ തരണം. അല്ലല്ല നീ നിനക്ക് എന്നെ തന്നെ തിരിച്ചേൽപ്പിച്ചാൽ. നിങ്ങളുടെ രണ്ടിന്റെ പേരെന്താ? ജെഡി. ഇവരുടെ പേരെന്താ? ടർബോദാസ്. ജെഡി ആണ് ഇതിന്റെ സാക്ഷികള്. ഇവൻ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളെ മേടിക്കേ. അപ്പൊ നല്ലൊരു വണ്ടിയൊക്കെ എടുക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. അല്ല ആദ്യം ഈ പൈസ തിരിച്ചു തന്ന് എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം സഹായിക്കണോ വേണ്ട എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാം. അവനൊരു ബാക്കി ഉള്ളത് മനസ്സിലായി. ഓക്കെടാ, ഓക്കെ ശരി. പറയടാ പറ. നീ എന്ത് പറയാൻ ഗോകു? ഹലോ ഹലോ ബ്രോ. എത്ര കോടി കൊടുത്ത്? 5 കൊടുത്തിട്ടുണ്ട്. ഓക്കെ നിനക്ക് ആ പൈസ തിരിച്ചു കിട്ടുമ്പോ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ. കിട്ടുമെന്ന് അറിയത്തില്ല. ഞാനൊരു അർജന്റായിട്ടൊരു സ്ഥലം വരെ പോയിട്ട് വരാവേ. അതാ ചാറ്റൊക്കെ വായിച്ചിട്ടെങ്കിലും കുറച്ച് ചാറ്റിന്റെ കാര്യം സംസാരിക്കുന്നത്. പഠിക്കൂ.
കേക്ക് മസാജ് ഞാനൊന്ന് പോയി ജോക്കി ഒന്ന് വിളിച്ചിട്ട് വരാവേ. ആ കുട്ടി അല്ല ഈ എന്തോ മസാജ് ചെയ്യാൻ വരട്ടെ എന്നൊക്കെ ലൂസിക്ക് മെസ്സേജ് പറയുന്നു. എന്താ വാസണ്ണ? അയ്യോ അതല്ല മസാജ് ചെയ്യാൻ പോയി മെസ്സേജ് അയച്ചത് വന്നോന്നാണ് കുട്ടി. എനിക്കാണ് ഈ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ വലുതായിട്ട് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ പെൺകുട്ടികളോട് സംസാരിക്കുന്നതല്ലോ. മെസ്സേജ് അയച്ചത് വന്നോന്നാണ്, അല്ലാതെ മസാജ് എന്നല്ല. കേക്ക് മസാജ് അല്ല കേട്ടോ, മെസ്സേജ് ആയിരുന്നു. മസാജ് അല്ല, ലൂസി മസാജ് ചെയ്യാൻ വേണ്ടി പോയതല്ലേ ഞാൻ പറഞ്ഞു. ടോക്കിയോക്ക് എല്ലാം അറിഞ്ഞു കേട്ടോ ഇവര്. പകുതി തലയും വാലും കേക്കുള്ളൂ കൊച്ചി. കേക്ക് വല്ലാണ്ട് മാറ്റി പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. കുട്ടിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സൈല. സൈല. ഓക്കെ ജോക്കി അവിടെ ലൊക്കേഷൻ അയച്ചോണ്ടിരിക്കുന്നു. ഫ്രണ്ട് വന്നു തോന്നുന്നു. ചന്ദ്രയുടെ ഫ്രണ്ടും ബാക്കും സൈസും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. അല്ല ചുറ്റും എല്ലാ വണ്ടിയും പൊട്ടിത്തെറിക്കുന്നു. അതൊക്കെ അപ്പാപ്പൻ ചെയ്യുന്ന ഓരോ ഇത് പോകില്ല. വയസ്സാക്കാലത്ത് പുള്ളി ഇതൊക്കെയല്ലേ എൻജോയ് ചെയ്യണത്. ഇവിടെ എന്തൊക്കെയോ അയ്യോ എന്തൊരു ചിണക്കം കുട്ടി, ഒന്ന് മാറിയെന്ന് ചിണങ്ങോ. ചിണക്കം പറഞ്ഞൊന്നും മനസ്സിലായി. ആർക്കറിയാം ചിണുങ്ങി പറഞ്ഞ എങ്ങനെ മനസ്സിലാവും? എന്താണ് ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട്? എടാ എങ്ങനെയല്ലോ അവിടെ എത്തിയില്ലെങ്കിലേ കണ്ണാടിയും കണ്ണും എല്ലാം പോവും. ഇതെന്താ വണ്ടി ഓടിക്കാൻ പറ്റാത്ത? ഈ അപ്പാപ്പൻ ഇരുന്ന് എന്തോ ചെയ്യുവാടാ. ഞാൻ ലിഫ്റ്റ് വെച്ചിരിക്കുന്നു. നമസ്കാരം ജോഗി. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാ? അത് ജോഗി, അത് വണ്ടി ദൈവം ഇതാക്കി കളഞ്ഞോണ്ടിരുന്നു മുതുക്കില്. ഒരു 10-90 ഗിഫ്റ്റ് അയച്ചായിരുന്നു. ഞാൻ അതല്ലേ OTW അയച്ചത്, ഓൺ ദ വേ. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ വണ്ടി. യെസ്, ബ്രോങ്കോ. വണ്ടി കൊണ്ടുവാ. ബാ ജോഗി. കേക്ക് മുഖത്തൊരു ഉണ്ണിയൊക്കെ വെച്ച് മുതുക്കിൽ നിന്ന് അങ്ങനെ കുറിച്ച് കാര്യം അങ്ങേർക്ക് എന്തോ പ്രാന്താന്ന് തോന്നുന്നു. അങ്ങനെ കടുവാക്കാട്ടിൽ കുരിയാച്ചില്ല, അങ്ങനെ കമ്പിക്കണ്ണനാ കമ്പിക്കണ്ണൻ. പെണ്ണിനോട് തൊല്ലിക്കോട്ട് അവിടെ മുതുക്കിൽ നിക്കണ്. അയാളുടെ പെണ്ണും സൊല്ലലും ഒക്കെ. ഞാൻ അയാളുടെ കമ്പനി വിട്ടല്ലോ. ഞാൻ അയാളുടെ അതെന്താ നിങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് അല്ലായിരുന്നോ? പിന്നെ തിക് ഫ്രണ്ട്സ് അയാളുണ്ടല്ലോ. അയാൾക്കെന്തോ പ്രാന്താണ് അയാൾക്ക്. എനിക്ക് തോന്നുന്നു അയാൾക്ക് ഒരു ദിവസം ആണെങ്കിൽ രാവിലെ പറയും എനിക്ക് പെണ്ണ് വേണ്ട, ഉച്ചയ്ക്ക് പറയും പെണ്ണ് വേണം, വൈകുന്നേരം വീണ്ടും പറയും വീണ്ടും പെണ്ണ് വേണ്ട. വള്ളം പോലൊരു സാധനം എടുത്ത് മീശാന്ന് പറഞ്ഞ് മുഖത്ത് വെച്ചിട്ട് നടക്കുന്ന ഞാൻ പറയുന്നില്ല കാമക്കണ്ണൻ. അയാളടുത്ത് ഞാൻ എന്റെ അടുത്ത് അയാൾക്ക് കൊണ്ടുപോലെ എന്റെ അടുത്ത് അയാൾക്ക് കൊണ്ടുപോലെ എന്നെ മനസ്സിലായി. ഞങ്ങളെ ജോക്കി പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു പിങ്ങില്. ജമാലുവിനൊക്കെ എന്തൊരു കാര്യം. ജോക്കി എന്ത് സർക്കാരാ ജോക്കിയുടെ? എടേ നീ കത്തിപ്പോയോ കറണ്ട് പോയോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. KCB ഫ്യൂസ് പറിച്ചുകൊണ്ട് പോയി, അതിനേക്കാളും വലുതൊന്നുമില്ലല്ലോ. എന്തോ അതിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇവിടെ ലാസ്റ്റ് ലൊക്കേഷനിലുണ്ട്. ഈ ലാസ്റ്റ് ലൊക്കേഷൻ നിൽക്കുക. എന്നെ വേറെ ആരെങ്കിലും വിളിച്ച് പറ, ഞാനായിരുന്നു ഡ്രൈവറോ? ഡ്രൈവറല്ല, നിങ്ങളെ കൂടെ അല്ലേ ഞാൻ ഇവിടെ ലാസ്റ്റ് ഈ അപ്പാപ്പനെ എങ്ങാണ് വിളി, അല്ലെങ്കിൽ ആ വേറെ ആരെങ്കിലും വിളി. മനുഷ്യവിടെ പൊളിഞ്ഞിരിക്കുക കേട്ടോ, എന്നെ കൊണ്ട് പറമ്പില്ല. ജോക്കി എന്തൊരു സർക്കിളാ ജോക്കിയുടെ. കാട്ടാക്കട ജമാലു. കാട്ടാക്കട ജമാലുവിനെയാണ് നീ അന്ന് വിളിച്ചിട്ട് മറ്റേ സ്റ്റാഫ് ഗുരുവിനെ ഓർമ്മയുണ്ടോ? സ്റ്റാഫ് ഗുരു അവനാണത്. അവനാണ് കാട്ടാക്കട ജമാലു. 24 മണിക്കൂറും മറ്റേ തോക്ക് കിട്ടി, തോക്ക് പോയി, തോക്ക് കിട്ടി, തോക്ക് പോയി. അല്ല ഞാൻ കുറച്ച് എന്നെ അങ്ങ് വിഷമിപ്പിച്ചല്ലോടെ. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ കുറ്റബോധം തരുന്നത് ഇങ്ങനെ? നല്ല മനസ്സുള്ള ചെറുപ്പക്കാരനാണ്. മോനെ കേക്കാവോ? കേക്കാം മോൻ. ഞാൻ ദേഷ്യപ്പെട്ടടാ കുറച്ച്. അത് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. സെക്സ് ഒന്നും അല്ലടാ മോനെ. ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. ടെൻഷൻ ഞാൻ മലയാളം മീഡിയത്തിലാന്ന് പണ്ടേ.
കണ്ടുമുട്ടിയ അവസാനം മോനെ കേറ് 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 എടീ, ഇവനെ ആരെങ്കിലും ഒന്ന് തൂങ്ങിപ്പിടി 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 സൂചിപ്പിടിടാ. പിടിച്ച് കയറ്റി ഇവനെ. തൂങ്ങി പിടിക്കാം ആ, നീ ജോക്കി ചേട്ടനെ പിടിച്ച ട്രക്സ്റ്റ് കാരണം എന്നെ അടിക്കോ? ഓ ട്രക്സ്റ്റ് അല്ലടാ മോനെ. ഓ, എന്തോ സ്ട്രെസ് സ്ട്രെസ് ഇല്ല എന്നെ പിടിച്ചാ മതി ആരും പിടിക്കില്ല ടെൻഷൻ ആ, ടെൻഷൻ അത്രേ മനസ്സിലായോ ടെൻഷൻ ആ ടെൻഷൻ എന്തിനാ ടെൻഷൻ? ആ What are you doing, tension? പൊന്നുമോനെ ഞാനൊന്ന് നല്ല രീതിക്ക് വരുമ്പോഴത്തേക്ക് കറണ്ട് പോയി. എടാ നിനക്ക് ആ കേക്കേ അറിയാവോ? കേക്കേ കേക്കുണ്ട് എടാ കേക്ക് ഉണ്ടെന്നല്ലടാ കേക്കേ അറിയാവോ? കേക്കേ ആ മറ്റേ മിസ്റ്റർ എക്സിലുള്ള ആ കേക്ക്. മിസ്റ്റർ എക്സിലുള്ള കേക്ക്. ജോക്കി, ജോക്കി, ആ ഏത് മിസ്റ്റർ എക്സ് ആര് പറഞ്ഞതൊക്കെ? അല്ല മിസ്റ്റർ എക്സ് അല്ല മറ്റേ കേക്ക് അല്ല മറ്റേ കേക്ക്. നീ വീണ്ടും എന്ത് വണ്ടി ഒരു മിനിറ്റ് നിർത്തി ഇല്ല, ഇവിടെ ഒതുക്കി നിനക്ക് എങ്ങനെ മിസ്റ്റർ എക്സിനെ അറിയാം? മിസ്റ്റർ എക്സ് അതാരാ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാലേ വന്ന എന്താ അത് നമ്മള് കുടുംബശ്രീ ഉണ്ട് ഇവിടെ. നീ മറ്റേ കൊട എടുത്ത് മറ്റേ വവ്വാലിന്റെ തുണി കണക്ക് തല ചുറ്റി സംസാരിക്കുന്നതൊക്കെ എന്നോട് സംസാരിക്കല്ലോ കേട്ടോ. നോക്കി ചേട്ടാ നിങ്ങളെ പ്രശ്നം കറണ്ട് അല്ലേ നമ്മ റെഡിയാക്കാം. അതെങ്ങനെ റെഡിയാക്കും കറണ്ട്? അങ്ങനെ റെഡിയാക്കും. നീ പറ. എനിക്ക് UPS വാങ്ങിച്ചു തരൂ. ഹലോ ബ്രോ എന്താ ബ്രോ നോക്കിയൊക്കെ ഓടിച്ചൂടെ വണ്ടി? എന്താണ് വള്ളി പിടിക്കാൻ നിക്കടാ? നീ എന്താ UPS വാങ്ങിച്ചു തരൂ? ഞാൻ ഇവിടെ പ്ലംബിങ്ങിന് പോണ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ UPS വാങ്ങിയതാനാ? മോനെ ഇങ്ങനെ നീ സങ്കടപ്പെടുത്തല്ലേ, മനസ്സിലായോ? നീ ഹലോ ബോഡി ഗാർഡ് പറയൂ. ബോഡിഗാർഡോ? ഹലോ പിന്നെ സിറ്റിയിലെ തവളക്കണ്ണന്മാർക്ക് വരെ ബോഡിഗാർഡ്. ഹലോ രാജു ബോഡി ഗാർഡ് ഇപ്പം ആവശ്യമില്ല. ക്രൗഡ് ഇല്ല, കൂടുമ്പോ ചേട്ടാ, വിളിക്കാം. ഓക്കെ ഇത് വേറെ ഇത് വേറെ ശമ്പളം ഞാൻ അയച്ചിട്ടുണ്ട്. ആ ശരി. ഇവനൊരു പെണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ പറയാം. നിനക്ക് നാണോ ഇല്ല ഇവിടെ കണ്ടവന്മാർക്ക് വേണ്ടി പെണ്ണ് സെറ്റ്? ഞാനൊരു കാര്യം പറയട്ടെ സിമ്പിൾ ആയിട്ട്. ജമാല് മിണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വാസു ആ പറ ജോക്കി, പറ പറ. നീ നടത്തുന്നത് ഗ്യാങ് ആണോ അതോ മറ്റേ വേറെ വല്ലോ ആണോ? ഞാൻ അറിയാത്തോണ്ട് ജോക്കി, ചോദിക്കാം. ടിവിയെ പറ്റി ഒന്നും പറയല്ലേ ജോക്കി? ടിവിയെ പറ്റി ഒന്നും പറയല്ലേ? അല്ല ഞാനിത് പറയട്ടെ ഒരു മിനിറ്റ് കോൾ വരുന്നത്, ഒരു സെക്കൻഡ് ഹോൾഡ്. ഹലോ ഹലോ ഹോൾഡ് ചെയ്യാനോ? ഹലോ കോളിൽ പറഞ്ഞ കേട്ടില്ല, ഹോൾഡ് ചെയ്യാൻ ഒരു സെക്കൻഡ്. ജോക്കിയോട് സംസാരിച്ചോണ്ടിരിക്കുക. ആ പറ ജോക്കി. അങ്ങനെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഡെയ്സി ജോയ്സ് എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കണ്ടു. ഡെയ്സി വൗ ക്യൂട്ട്. പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോബി കെട്ടാൻ പോണ കൊച്ചാണ് ജോക്കിയത്. കെട്ടാനോ? ആ കല്യാണം കഴിക്കാൻ ഈ സിറ്റിയില് പിന്നല്ലാതെ നമ്മുടെ ഗ്യാങ്ങിൽ നിർത്താൻ കെട്ടുകയാണ്. കെട്ടിയില്ല, അതെ കല കെട്ടാൻ വെച്ചിരിക്കുന്നേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊക്കെയാ നടക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ആ പെണ്ണ് 4 മാസം ആ പെണ്ണിന്റെ ആദ്യത്തെ ഗർഭം എടുത്തു തരാന്നറിയാവോ? ആര്? മന്ദാരം. ആ അതെ അതെ, മന്ദാരം എടുത്തത്. എടാ ഈ സിറ്റിയിലെ പേരെടുപ്പും ഗർഭവും അല്ലാണ്ട് ഈ സിറ്റിയിലുള്ളവന്മാര് നമുക്ക് വേണ്ടി ഈ ഗ്യാങ്ങിലുള്ളവന്മാർ എന്തെങ്കിലും ചെയ്യുന്നു? ഉണ്ട് ജോക്കി. ജോക്കിയാണ് നമ്മൾ എന്തോരം വള്ളി പിടിക്കുന്നുണ്ട്. ജോക്കി അങ്ങനെ പറയരുത് ജോക്കി. ഈ ഗ്യാങ്ങിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവന്മാർക്ക് ഈ ഗ്യാങ്ങിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവന്മാർക്ക് ഒരിടത്ത് നിൽക്കണേ. ആ ഡയലോഗ് തീർക്കണം എനിക്ക്. ഈ ഗ്യാങ്ങിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് അവന്മാർ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത് അതിന്റെ ഇടയ്ക്കത്തെ ഒരു റിലാക്സേഷൻ ടൈമിൽ അവരത് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ജോക്കി? ജോക്കി ശരിയാണ്, പേരെടുപ്പൊക്കെ അത് ഔട്ട് ഓഫ് ദ ലീഗാണ്. അത് എങ്ങനെ മന്ദാരം ചെയ്ത് സക്സസ് ആക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊച്ചു ജീവനോടുണ്ട്, അപ്രീഷിയേറ്റബിൾ കാര്യമാണ്. MBBS എടുത്തവർക്ക് പോലും എടുത്ത കിഡ്നി തിരിച്ചു വെക്കാൻ പോലും അറിഞ്ഞൂടാ. അത്രയൊക്കെ വെച്ച് തയ്ച്ചു വിടലാണ് പരിപാടി. നീ സംസാരിക്കുമ്പോ എന്താ ജോക്കി? അവന്റെ തല അനങ്ങുന്നുണ്ടോ ജമാലുവിന്റെ? അത് ഞാൻ വർത്താനം പറയുമ്പോ അളകും. കിഡ്നിക്ക് മാത്രല്ല തലക്കും പ്രശ്നമായി. കിഡ്നിയോ? ഞാൻ അന്ന് നമ്മള് കിഡ്നി പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഓർമ്മയല്ലേ ജോക്കി ചേട്ടാ? നീ സംസാരിക്കുമ്പോ തലയൊട്ടി ഇങ്ങനെ അനങ്ങുവോ? ആ ഇളക്കം. നിനക്ക് ആശുപത്രി കാണിച്ച് ഓല് പറഞ്ഞു തല വെട്ടല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലാന്ന്. തല വെട്ടിയൊക്കെ ജീവിക്കും. അതിനാ അവലോട് ചോദിച്ചു. അപ്പോല് പറഞ്ഞു എന്നാ ഇങ്ങനെ കാലാകാലം ഇങ്ങനെ ഇളകിയോണ്ടിരിക്കുന്നു. വേറെ മരുന്നില്ല ഇതിന്? ആ ഹോൾഡ് ചെയ്യാ. ഒരു മിനിറ്റ് ചേട്ടപ്പടി ട്രിഗർ ആവും. അയ്യോ മാറി നിക്ക. അയ്യോ പൂക്കിയായി അണ്ണാരത്തമ്പി ഓടിയ പാട്ടിടണോ? എടാ എന്താടാ നിന്റെ പ്രശ്നം? ഒന്നുമില്ല.
ചിരിച്ചപ്പേ സോറി അതില്ല. ഭയങ്കര ഫാസ്റ്റ് എത്തിയല്ലോടാ. സത്യത്തിൽ ആ വണ്ടിയിൽ ഇത്ര സ്പീഡിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഇവൻ കൊള്ളാം കേട്ടോ ഇവൻ. നമുക്ക് പോവാം. ഇതാരാ ഇവനൊരു ഞാൻ correct ആർത്തി ആയിട്ട് വെക്കുന്നുണ്ട് പറയട്ടെ. ഇവനൊരു. എടോ എനിക്ക് പക്ഷേ ഇവനോട് സംസാരിക്കുമ്പോ എനിക്ക് ആരെ ഓർമ്മ വരുന്നറിയാം, എനിക്ക് ഉസ്മാനെയാണ് ഓർമ്മ വരുന്നത്. First ഉസ്മാൻ. നിങ്ങളുടെ മൈക്കിന് വരെ വെച്ചേക്കുന്നത് അമ്പലപ്പറമ്പിൽ നിന്ന് വല്ല അടിച്ചു മാറ്റിയ കോളാമ്പിയാണോ? അത് എനിക്ക് സംശയമുണ്ട് ചോദിക്കാം, എന്നെ പറ്റിച്ചാന്ന് തോന്നുന്നു. ഇത് ആരാ ഇത്? നമ്മളിവിടെ എങ്ങനെ ഇവിടെ എങ്ങനെ അറിഞ്ഞേ? ഇവന്മാര് റേഡിയോയിൽ പറഞ്ഞല്ലേ? ഓ ഓക്കെ. ഓ, പറഞ്ഞു. റേഡിയോയിൽ പാപ്പൻ ഇല്ലല്ലോ. ഓ ഉണ്ട്, സ്റ്റിൽ എങ്ങ ഉണ്ട്. ആ ഇല്ല അങ്ങ് അപ്പുവാ. ഓ എന്തേലും അതൊക്കെ ഈ പിള്ളേരെ സ്നേഹം കൂടുമ്പോ എന്നെ അപ്പൂന്ന് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ അവരുടെ ആഗ്രഹ പ്രകാരം ഞാൻ വേറെ കേട്ടോ വിളിക്കുന്നേ. എന്റെ കറണ്ട് പോയെന്ന് തോന്നുന്നു. ഞാനിപ്പോ കത്തിപ്പോകും. ഓ പറിച്ചോണ്ട് പോയി. ഹലോ അണ്ണാ, ആ സുഖമല്ലേ? സുഖമാണ്. നീ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് കാണണോന്ന് പറഞ്ഞായിരുന്നു. ആ അണ്ണനൊന്ന് കാണാൻ. എന്തിനാ കാണണേ? അണ്ണനൊക്കെ ഇവിടുത്തെ വലിയ ആളല്ലേ. അല്ലാ ഒന്നിങ്ങോട്ട് നടന്നേക്ക്. നമ്മൾ ഏകദേശം ഒരേ നീളവും ഹൈറ്റും അല്ലേ, പിന്നെ എങ്ങനെയാ ഞാൻ വലുതാവുന്നേ? അങ്ങനല്ല, പിന്നെ വലിയ പുള്ളി. എവിടത്തെ എവിടെ എന്റെ ദേഹത്ത് പുള്ളിയൊന്നും ഇല്ലല്ലോ. ദേഹത്തല്ല, സിറ്റിയിലെ വലിയ പുള്ളി. ആരാ? ജോക്കി ചേട്ടൻ. നീ എന്നെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ? അല്ല, ജോക്കി ചേട്ടനും വലിയ പുള്ളിയല്ലേ? ആ അങ്ങനെ. അണ്ണാ പിന്നെ പറയാം. എന്ത്? ജോക്കി ചേട്ടൻ കുറച്ച് ട്രിഗർ. നീ അത് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട, ചേട്ടൻ ഇന്നും ട്രിഗറായ സീനാണ്. ഇല്ലില്ല, ട്രിഗറൊന്നും ആവില്ല. എടാ ഇങ്ങനെ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ സിറ്റിയിൽ എനിക്ക് മാത്രമാ, മനസ്സിലായേ? ഇപ്പൊ വരും, നോക്കിക്കോ. ഇല്ല, നീ എന്ത് പറയാനുള്ള പറഞ്ഞ? എന്ത് പറയാൻ, നമ്മള് അണ്ണനെ കാണാൻ വേണ്ടിന് വിളിച്ചീന്. അണ്ണൻ ഇവിടുത്തെ വലിയ ആളായോണ്ട്, അണ്ണനും ജോക്കിയൊക്കെ ആ വലിയ പുള്ളി. ഇത് നീ ഒരു 5 വട്ടം പറഞ്ഞപ്പോഴേ എനിക്ക് ഇനി ഇങ്ങോട്ട് സൂഹിക്കുന്നില്ല. ആണോ? സോറി അണ്ണ. ഉം. അതാ വരുന്നുണ്ട്. ഞാൻ അതിലൂടെ നടക്ക്. അസംബ്ലി ഡിസ്പെൻസ്. അണ്ണാ അണ്ണാ ചെറിയൊരു സംഭവം ഉണ്ടെന്നാ. ശംഭുവാ? ഗേൾഫ്രണ്ടില്ലേ ചെറിയൊരു സംഭവം ഉണ്ടെന്നാ. ആ ശംഭവം. എന്ത് ശംഭവം? സംഭവം ആ, അണ്ണാ. പറ. അണ്ണാ സംഭവം എന്ന് വെച്ചാ അത് മോബിയുടെ ഗേൾഫ്രണ്ട് ഇല്ലേ, ഡെയ്സി. ഉം. ഡെയ്സിയുടെ ഒരു മോളുണ്ടല്ലോ. ഉം. ഡെയ്സിയുടെ മോളെ ഉണ്ടല്ലോ ആക്ച്വലി കാണാനില്ല. അത് എവിടെയോ യു കെ വിട്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ യു കെ ഗ്യാങ് ആണെന്ന് കൊണ്ടുപോയെന്നൊരു സംശയമുണ്ട്. യു കെനെ തല്ലിയാലും സംശയമുണ്ട്. ഈ ഡെയ്സിയുടെ ഒരു കുഞ്ഞമ്മയുടെ മോളായ പുള്ളിക്കാരിയെ MRC കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ട്. അവരുടെ അടുത്തുള്ള ഒരു വാർ എടുത്താലോ? അത് ഓക്കെയാണ്. പിന്നെ അതേപോലെ വേറൊരു സംഭവം നടന്നായിരുന്നു ഈ ഇടയ്ക്ക്. ആരുടെയോ ഒരു കുഞ്ഞമ്മയോ കൊച്ചാപ്പയോ ആരോ ഒരാൾ കൊണ്ടുപോയിരുന്നു. നമുക്ക് വേണം അതിനും അവരെയും തല്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോ 3 വള്ളിയുണ്ട് പെൻഡിങ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, കണ്ടവന്മാരുടെ അമ്മുമ്മയും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോളെയും ഒക്കെ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെയാണ് സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് വള്ളിയായിട്ട് എടുക്കുന്നെങ്കിൽ നിന്റെ പേരെന്തോ? ജൂഡാണോ? ഇത് ബേബലാണോ? ആ ജുഗുരു. എടുത്ത് കിണ്ടിക്കളയോ? ഞാൻ ഞാൻ ചുമ്മാ ഇത് പറഞ്ഞല്ലേ. എന്തൊക്കെ കേക്കണം അവന്റെയൊക്കെ. എന്തൊക്കെ നമുക്ക് നമ്മൾ ഈ കാട്ടി നിൽക്കുന്ന എന്തിനാണ്? ഇത് ആരാ എന്റെ പുറത്തിരിക്കുന്നത്?